ഇതാരോട് പറയും? നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഞങ്ങളോട് പറയാം. ഞങ്ങളത് അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആ വീട്ടുകാരോ അല്ലെങ്കിൽ ആ നാട്ടുകാരോ അറിയാതെ ഞങ്ങൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞങ്ങൾ പിടിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ ചെയ്തോളാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളോട് പറയാം, അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SI സാറിൻ്റെ ഫോണിലേക്ക് വിളിക്കാം. അദ്ദേഹം മാറിക്കഴിഞ്ഞാലും ആ നമ്പർ നെടുപുഴ SHOയുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ആ നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അത് ഏത് സമയത്തും വിളിക്കാം. നമുക്ക് ഒരു സംശയം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയാം. ഇനി ഞങ്ങളോട് നേരിട്ട് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മെമ്പർ, അങ്ങനെയുള്ള സ്കൂളിലെ ആൾക്കാർ, ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവരോടും പറയാം. ഏത് വഴി വേണമെങ്കിലും നിങ്ങളുടെ അത് പോലീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിലേക്ക് എത്തിക്കുക. പിന്നെ ചോദിച്ചു, ഇത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? ഇത് തടയുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും തന്നെ വേണം നമ്മൾ തടയാനായിട്ട്. അല്ലാതെ പോലീസ് ഒരൊറ്റ രാത്രി കൊണ്ട് വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ സാർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ വടൂക്കരയിൽ നിന്ന് പിടിച്ചത് രാത്രിയിൽ അവൻ വീട്ടിലിരുന്ന് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈലിൽ മറ്റുള്ള അശ്ലീല വീഡിയോകൾ കാണിയാണ്. അത് പോലീസിന് എങ്ങനെ മനസ്സിലാവും? തീർച്ചയായും അത് വീട്ടിലുള്ള മാതാപിതാക്കൾക്കും അവനുമായിട്ട് ഇടപഴകുന്നവർക്കുമാണ് മനസ്സിലാവുന്നത്. അവൻ അസ്വാഭാവികമായിട്ട് പെരുമാറുന്നുണ്ടോ, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മളൊരു നല്ലൊരു ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു മാർഗം സ്വീകരിക്കുക. അല്ലാതെ എൻ്റെ കുട്ടി മിടുക്കനാണ്, അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തോളും, അവൻ ചെയ്തോട്ടെ എന്നുള്ള രീതിയല്ല. അവർ ചെയ്തോട്ടെ, പക്ഷെ അതിൽ എപ്പോഴും നമ്മുടെ ഒരു കണ്ണുണ്ടാകണം. കാരണം അവൻ എന്താണ് ചെയ്യണം, അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്നാലേ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ നമ്മുടെ കുട്ടി ഉപയോഗിക്കുന്നില്ലായിരിക്കും, നമ്മുടെ കുട്ടി ചിലപ്പോൾ ഉപയോഗിക്കത്തില്ല, പക്ഷെ അവന്റെ കൂട്ടത്തിലുള്ളവർ, അവന്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്നുണ്ടാകാം. ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളുടെ കുട്ടികളും കൂടിയാകാം, അല്ലെങ്കിൽ സഹോദരന്മാരാകാം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരാകാം. കാരണം ഞങ്ങളിത് പിടിക്കുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഞങ്ങൾ പ്രതികളാക്കും. അല്ലാതെ ഇവൻ ഉപയോഗിച്ചില്ല, അയ്യോ പാവമാണ്, അങ്ങനെയില്ല. അവന്റെ കയ്യിൽ നിന്നും കിട്ടിയാൽ ഞങ്ങൾ അവരെ പ്രതികളാക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ട് നല്ലതാണോ, അവരെവിടെയൊക്കെ പോകുന്നു. ചില മാതാപിതാക്കള് ഞങ്ങൾ ഇതേപോലെ പിടിക്കുമ്പോഴത്തേക്ക് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ നമ്പർ പറയുമ്പോൾ മിക്ക ആൾക്കാരും തരുന്നത് അമ്മമാരുടെ നമ്പരാണ്. ഒരാൾക്കാർക്കും അച്ഛന്മാരുടെ നമ്പർ ഒന്നെങ്കിൽ അറിയത്തില്ല, അല്ലെങ്കിൽ അവർ തരത്തില്ല. ചോദിക്കുമ്പോൾ എന്താ, ഞങ്ങൾ അച്ഛന്മാരുമായിട്ട് സംസാരിക്കാറില്ല. മിക്കവരും പറയുന്നൊരു കാര്യമാണ്, അമ്മമാരുമായിട്ടാണ് അവർ സംസാരം. എന്നിട്ട് ഈ അമ്മമാര് സ്റ്റേഷനിൽ വന്നിരുന്നത് കരച്ചിലും സാറിന്റെ അടുത്തോട് കാലുപിടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ അർത്ഥം എന്താ, അമ്മമാരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് കുട്ടികൾക്ക് അറിയാം. കാരണം സ്നേഹത്തോടുകൂടി അമ്മമാരുടെ സ്നേഹത്തോടെ എന്റെ കുട്ടിയല്ലേ, അവനെ വെച്ച് തെറ്റൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അമ്മമാരിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മക്കള് നല്ലവരായിരിക്കാം, ഒരു തെറ്റും ചെയ്യാത്തവരായിരിക്കാം, എങ്കിൽ പോലും അവരുടെ മേല് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകണം. അത് എത്ര വലുതായിരുന്നു ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഉണ്ടാകണം. എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. എന്ന് പറയുമ്പോൾ കേസെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ട്, ജനമൈത്രി പോലീസുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ അവരെ മെമ്പർ പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഒറ്റപ്പെട്ടു പോകാതെ അവരെ നമ്മുടെ കൂടെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഈ തൂഫാനൊന്നും സർക്കാർ ഇത് ചെയ്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ്. എല്ലാവരെയും അടിച്ചോടിക്കുക എന്നുള്ളതല്ല, തീരെ ക്രിമിനലായിട്ടുള്ളവരെ അടിച്ചോടിക്കുക, ബാക്കി തിരുത്തി എടുക്കാൻ പറ്റുന്നവരെ എല്ലാം നമ്മുടെ കൂട്ടത്തിലേക്ക് തിരുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ.